ഞാൻ ഡോക്ടർ ലൈല രാമചന്ദ്രൻ, കേരള സമാജം കൻ്റോൺമെൻറ്റ് സോൺ ചെയർപേഴ്സൺ. കേരള സമാജം എന്ന് പറയുമ്പോൾ ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളിലെ ഒരു മുത്തശ്ശി സംഘടന തന്നെ എന്ന് പറയാം. ബാംഗ്ലൂർ കേരള സമാജം തുടങ്ങിയിട്ട് ഒരു 84 വർഷങ്ങളോളായി. പലതരം പ്രവർത്തനങ്ങളാണ് ബാംഗ്ലൂർ കേരള സമാജം കാഴ്ചവെക്കുന്നത്. കേരള സമാജത്തിൻ്റെ മുതിർന്ന നേതാക്കൾ എന്ന് പറയുകയാണെങ്കിൽ പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ സർ, ജനറൽ സെക്രട്ടറി ശ്രീ രജികുമാർ സാർ എന്നിവർ നയിക്കുന്ന വളരെയധികം പ്രവർത്തനങ്ങളാണ് ബാംഗ്ലൂർ കേരള സമാജം കാഴ്ചവെക്കുന്നത്. കേരള സമാജം കൻ്റോൺമെൻറ്റ് സോണിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ എനിക്ക് സാധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസ്, മെഡിക്കൽ ക്യാമ്പ്സ് നടത്താൻ പറ്റി, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുകയുണ്ടായി. അതിനു പുറമെ ആയുഷ്മാൻ ഹെൽത്ത് കാർഡ്സ് കുറേ പേർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുകയുണ്ടായി. ഈ വരുന്ന സെപ്റ്റംബർ 29 ഞായറാഴ്ച എൻ്റെ സോണിൻ്റെ കൻ്റോൺമെൻറ്റ് സോണിൻ്റെ ഓണാഘോഷമാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന പരിപാടികൾ രാത്രി വരേക്കും നീണ്ടു നിൽക്കും. പബ്ലിക് മീറ്റിംഗ്, കൾച്ചറൽ പ്രോഗ്രാംസ്, പഞ്ചാരിമേളം, ഗാനമേള, കോമഡി ഷോ എന്നിങ്ങനെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വരിക. പബ്ലിക് മീറ്റിംഗ് നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കർണാടക ആഭ്യന്തരമന്ത്രി ശ്രീ G. പരമേശ്വരം അവർകളാണ് നിർവഹിക്കുന്നത്. നിങ്ങളെല്ലാവരും വന്ന് ഈ ഓണാഘോഷത്തിനെ വിജയിപ്പിക്കുക, വരിക, എൻജോയ് ചെയ്യുക. ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രകൃതിക്ഷോഭം മൂലം സർവ്വതും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങുമായി കൻ്റോൺമെൻറ്റ് സോണും കൂടെയുണ്ട്, വയനാടിൻ്റെ കൂടെ. ബാംഗ്ലൂരിലെ എല്ലാ മലയാളികളുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒത്തൊരുമിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. ഞങ്ങളും ഉണ്ട് വയനാടിൻ്റെ കൂടെ. നമസ്കാരം, ഞാൻ ചിത്ര പ്രവീൺ. കേരള സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്ക് ഈ അടുത്ത സമയത്താണ് സിദ്ധിച്ചത്. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച ഡോക്ടർ ലൈല രാമചന്ദ്രന് ഈ അവസരത്തിൽ ഞാൻ എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ അടുത്ത് വരാനിരിക്കുന്ന ഓണാഘോഷ പരിപാടിയിൽ ഞാനും കേരള സമാജത്തിൻ്റെ ഭാഗമായി വർത്തിക്കുന്നതാണ്.